ഹല്ലേലൂയ. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തെ എൻ്റെ വാക്കുകൾ കൊണ്ട് നിർവചിക്കുകയാണെങ്കിൽ അതിപ്രകാരമായിരിക്കും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിത്യതയിലേക്കുള്ള യാത്ര. ആ യാത്രക്കിടയിൽ കഷ്ടതയുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം അനുഗ്രഹങ്ങളുമുണ്ട്. കഷ്ടതകളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പകച്ച് പതറി തളർന്നു പോകാതെ, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് പകച്ചു നിൽക്കാതെ മുൻപോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക, ഒടുവിൽ കിരീടം പ്രാപിക്കുന്നവരെ. അപ്പോസ്തലനായ പൗലോസ് ഈ യാത്രയൊരു ഓട്ടക്കളത്തോട് ആണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനെ പോലെ. ഹല്ലേലൂയ. ഓട്ടക്കാരന്റെ ലക്ഷ്യം ഒന്നായിരിക്കണം, വല്ല വിധേനയും വിരുദ് പ്രാപിക്കുക എന്നുള്ളത്. കൂടെ ഓടുന്നവരെ നോക്കി ഓടാനല്ല, പിൻപിലോടുന്നവരെ നോക്കാനല്ല, മുൻപിലോടുന്നവരെയും നോക്കി ഓടാനല്ല. ഹല്ലേലൂയ. നമുക്ക് മുൻപായി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, യേശുവിനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. പ്രിയരെ, ഹല്ലേലൂയ, ഈ യാത്രക്കിടയിൽ നമ്മുടെ തീരുമാനങ്ങൾ പ്രസക്തമാണ്. പലപ്പോഴും ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, നാം പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത് നമ്മുടെ തീരുമാനങ്ങൾ നിമിത്തമാണ്. ഓരോ നിമിഷവും നമ്മുടെ ചിന്ത ഒന്നു മാത്രമായിരിക്കണം, നമ്മുടെ കർത്താവായ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം. പ്രിയരെ, കായീനും ഹാബേലും ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാൻ കടന്നുപോയി. എന്നാൽ ഹാബേലിന്റെ യാഗത്തിലുമാണ് ദൈവം പ്രസാദിച്ചത്. രണ്ടുപേരും യാഗം കഴിക്കാൻ പോയത് ഒരു ദൈവത്തെയാണ്. പക്ഷേ എന്നാൽ ഹാബേലിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതവും. നാം ഓടേണ്ടതായ രീതിയിൽ, നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായ രീതിയിൽ നിന്നില്ലെങ്കിൽ ദൈവപ്രസാദം ഒരിക്കലും നമ്മോടൊപ്പം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നാം ചിന്തിക്കണം, ഓരോ നിമിഷവും നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം, നമ്മുടെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ളത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഓരോ നിമിഷവും ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി ഹല്ലേലൂയ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിനായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ, പാപത്തിന്റെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ദൈവസന്നിധിയിൽ ദൈവ വഴിയിൽ മാത്രം നടക്കുക. പ്രിയരെ, ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം ആക്കി വെച്ചപ്പോൾ തീരുമാന സ്വാതന്ത്ര്യം ദൈവം അവർക്ക് നൽകിയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവിക ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനുള്ള ബാധ്യസ്ഥതയും അവർക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവർക്ക് നൽകിയിരുന്ന തീരുമാന സ്വാതന്ത്ര്യ നിമിത്തം അവർ വൃക്ഷഫലം കഴിച്ച് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. ദൈവസന്നിധിയിൽ പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഹല്ലേലൂയ. അത് അവരുടെ തീരുമാന നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നാം ഈ ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം, ദൈവവുമായിട്ടുള്ള നിയമത്തെ കാത്തുപരിപാലിക്കുന്നതായിരിക്കണം. പ്രിയരെ, നാം ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് 2025 ഈ വർഷത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ നല്ലതായിരിക്കട്ടെ. നമ്മുടെ ഓട്ടം ക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കിക്കൊണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും പകച്ചു പോകാതെ, കഷ്ടതകളിൽ അകപ്പെടുമ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ, ഹല്ലേലൂയ ഹല്ലേലൂയ, പിറുപിറുക്കാതെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. കിരീടം പ്രാപിക്കുന്നവരെ, വിശ്വസ്തദാസനെ എന്ന വിളി കേൾക്കുന്നവരെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.